ഒപ്പം ഗോപാലും കൂടുതൽ വിവരങ്ങൾ എടുക്കുക. ഈ സമയം മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടി വരുന്നു. TP വധക്കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് നിർണായക വിധിക്ക് കാതോർക്കുകയാണ് കേരളം. TP കേസിൽ ഹൈക്കോടതി വിധി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. 1 മുതൽ 8 വരെയുള്ള പ്രതികളുടെ ശിക്ഷ ശരിവച്ചിരിക്കുന്നു ഹൈക്കോടതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 മുതൽ 8 വരെയുള്ള പ്രതികളുടെ ശിക്ഷ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയായിരുന്നു, അതായത് പ്രതികൾ സമർപ്പിച്ച ഒരു അപ്പീൽ ഉണ്ടായിരുന്നു. അത് തള്ളിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. 1 മുതൽ 8 വരെയുള്ള പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതിയും ശരിവച്ചിരിക്കുന്നു. KK കൃഷ്ണനെ വെറുതെ വിട്ടതും റദ്ദാക്കിയിരിക്കുന്നു. ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു KK കൃഷ്ണൻ. KK കൃഷ്ണനെ വെറുതെ വിട്ടത് റദ്ദാക്കിയിരിക്കുന്നു ഹൈക്കോടതി. TPയുടെ തല തെങ്ങിൻ പൂക്കുല പോലെ ചിതറുമെന്ന് പ്രസംഗിച്ച ആളായിരുന്നു KK കൃഷ്ണൻ. അദ്ദേഹത്തെ വെറുതെ വിട്ട നടപടി റദ്ദാക്കിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ KK കൃഷ്ണനെ പ്രതിയാക്കിയിരിക്കുന്നു ഹൈക്കോടതി എന്നുള്ളത് നിർണായകമായ വിവരമാണ്. KK കൃഷ്ണനെതിരെ 120B ഗൂഢാലോചന പ്രകാരമുള്ള വകുപ്പ് അദ്ദേഹത്തിനെതിരെ ചേർത്തിരിക്കുന്നു. ശരൺ കൂടുതൽ വിവരങ്ങൾ നൽകും. ശരൺ, കോടതി വിധി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നിർണായക വിവരങ്ങൾ ഇതിനകം പുറത്തു വരുന്നു. കൂട്ടിച്ചേർക്കാൻ എന്താണുള്ളത്? കേസിലെ പ്രതികൾക്ക് തിരിച്ചടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ വിചാരണ കോടതി വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ 1 മുതൽ 8 വരെയുള്ള പ്രതികളുടെ ശിക്ഷ ശരിവെക്കുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. KK കൃഷ്ണനെ വെറുതെ വിട്ടത് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു KK കൃഷ്ണൻ. KK കൃഷ്ണനെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നതാണ്. എന്നാൽ KK കൃഷ്ണനെ വെറുതെ വിട്ടത് റദ്ദാക്കിയിരിക്കുന്നു. നേരത്തെ നമുക്കറിയാം, ഏറെ വിവാദമായ പ്രസംഗം നടത്തിയ ആൾ കൂടിയാണ് KK കൃഷ്ണൻ. TPയുടെ തല തെങ്ങിൻ പൂക്കുല പോലെ ചിതറമെന്ന് പ്രസംഗിച്ച ആളാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ വെറുതെ വിട്ട നടപടിയാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇയാൾക്കെതിരെ 120B ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഗൂഢാലോചന കുറ്റം ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഗോദി ബാബു 11ാം പ്രതിയായിരുന്നു. 11ാം പ്രതിയായ ഗോദി ബാബുവിനെയും നേരത്തെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നതാണ്. അതും ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഇയാൾക്കെതിരെയും ഗൂഢാലോചന കുറ്റം ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ശരൺ, ഇനിയിപ്പോൾ ഏതൊക്കെ അപ്പീലുകളിന്മേലാണ് വിധി വരാനിരിക്കുന്നത്? ഇപ്പോ KK രമ നൽകിയ അപ്പീൽ ഉണ്ടല്ലോ, P മോഹനെ വെറുതെ വിട്ടതിനെതിരെയുള്ള. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കോടതി വിധി പറയും, ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് കരുതേണ്ടതുണ്ടല്ലേ ശരൺ? ശരൺ കൂടുതൽ വിവരങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. TP കേസിൽ പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. 1 മുതൽ 8 വരെയുള്ള പ്രതികളുടെ ശിക്ഷ ശരിവച്ചിരിക്കുന്നു. വിചാരണ കോടതി വിധി ഹൈക്കോടതിയും ശരിവച്ചിരിക്കുകയാണ്. 1 മുതൽ 8 വരെയുള്ള പ്രതികളുടെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതികൾ അപ്പീൽ നൽകിയിരുന്നത്. പക്ഷേ തള്ളുന്നു. 1 മുതൽ 8 വരെയുള്ള പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതിയും ശരിവെക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒഞ്ചിയം CPMന്റെ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന KK കൃഷ്ണനെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. ആ നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. TPയുടെ തല തെങ്ങിൻ പൂക്കുല പോലെ ചിതറുമെന്ന് പ്രസംഗിച്ചിരുന്ന ആളാണ് KK കൃഷ്ണൻ. അദ്ദേഹത്തെ വെറുതെ വിട്ടത് ആ സമയം വലിയ വിവാദമായിരുന്ന ഒരു സംഭവം കൂടിയായിരുന്നു. ഇതിപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. KK കൃഷ്ണനെ പ്രതി ചേർത്തിരിക്കുന്നു ഹൈക്കോടതി എന്നുള്ളതാണ്. ഇയാൾക്കെതിരെ 120B ഗൂഢാലോചന പ്രകാരമുള്ള കുറ്റം കൂടി ചുമത്തിയിരിക്കുന്നു.